إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സമ്പാദ്യങ്ങളെക്കുറിച്ച്, അവന്റെ ധനത്തെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗം, അത് നിങ്ങൾക്ക് ഖിയാമാണ്, നിലനിൽപ്പിന്റെ ആധാരമാണ്, അടിസ്ഥാനമാണ് എന്നുള്ളത്. സാമ്പത്തികമായി ഒരാൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് എല്ലാ തരത്തിലുമുള്ള നിലനിൽപ്പുണ്ട് എന്നല്ല അർത്ഥം. എങ്കിലും നമ്മുടെ ജീവിതത്തെ കൃത്യമായ നിലക്ക് ബാധിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ഘടകം തന്നെയാണ് സമ്പത്ത് എന്നുള്ളത്. അതിലാർക്കും തർക്കമില്ല. അത്തരം സമ്പത്ത് കൃത്യമായി വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് യുക്തിയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി സമ്പത്ത് ചെലവഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ മാന്ദ്യം പിടിപെട്ട, അതേപോലെ തന്നെ വലിയ സാമ്പത്തിക തകർച്ചകൾ സംഭവിച്ച വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു അറിയപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു വിഷയങ്ങൾ, ചില ഗൗരവപ്പെട്ട മുന്നറിയിപ്പുകളുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ നാട് വലിയ തരത്തിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡോളറുമായി ഇന്ത്യയുടെ വിനിമയ നിരക്ക്, കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും തകർച്ചയിൽ നിൽക്കുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ പല ബിസിനസ്സുകളെയും ഷെയർ മാർക്കറ്റുകളെയും ഒക്കെ ഇത് ബാധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഷെയർ മാർക്കറ്റിലൊന്നും എനിക്ക് പങ്കില്ല, അതേപോലെ തന്നെ ഡോളറുമായിട്ടുള്ള ഇടപാടൊന്നും എനിക്കില്ല, അതുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കൂല എന്നാണ് പലരും വിചാരിക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകൾ.
നമ്മുടെ നാട്ടിലെ ചെറിയ പെട്ടിക്കടകൾ മുതൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വരെയും ഏറ്റവും താഴ്ന്ന നിലയിൽ ചെറിയ ശമ്പളങ്ങളിൽ ജോലി ചെയ്യുന്ന കൂലിപ്പണികളെടുക്കുന്ന ആളുകൾ മുതൽ വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ വരെ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ വിപത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോകുക എന്ന് പറഞ്ഞു. ഇതിൽ അദ്ദേഹം പറഞ്ഞ ചില ഉദാഹരണങ്ങൾ, നേരത്തെ മിഡിൽ ഈസ്റ്റിൽ ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം തന്നെ വലിയ സാമ്പത്തികമായ മാന്ദ്യം പിടിപെട്ടപ്പോൾ കൂട്ടത്തോടുകൂടി ആളുകളെ പിരിച്ചുവിടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ജോലികളിൽ നിന്ന്. അത്തരം സാഹചര്യങ്ങളിലേക്ക് കടന്നുപോകുമെന്നാണ് പറഞ്ഞത്. അത് ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ പ്രധാനമായൊരു ഘടകം, ഇതിന്റെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം പലിശ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് എന്നുള്ളതാണ്. അതിന്റെ മൂലകാരണമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിഷയം അതാണ്. ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് പലിശ അടിസ്ഥാനമായി നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥ രാജ്യങ്ങളെ ബാധിക്കുന്നത് എന്നത് കൃത്യമായി തന്നെ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെപ്രകാരമാണ് ബാധിക്കുന്നത്. സമ്പത്ത് വിതരണത്തിലെ അസമത്വം, അതേപോലെ തന്നെ കടക്കണി എന്നിവയിലൂടെ അത് ബാധിക്കുന്നു. പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിൽ ഇത് കടം കൂടി വരുന്നതിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഉൽപാദനക്ഷമത കുറയുന്നതിലേക്കും ഇത് എത്തിക്കുന്നു. അതിനുള്ള കാരണമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായ അസമത്വം നിലനിർത്തുകയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത്. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വലിയ കടബാധ്യതകളിലേക്ക്, കടപ്പെരുപ്പങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞു, കേരളം പോലെയുള്ളൊരു സംസ്ഥാനം പോലും ഏറ്റവും വലിയ കടക്കണിയിലേക്കാണ് നീങ്ങുന്നതെന്നാണ്. രാജ്യം പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ കേന്ദ്ര ബഡ്ജറ്റുകളിൽ നിന്നൊക്കെ വലിയ തുക അത് കടമെടുക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഓരോ കേരളീയനും ഓരോ ഇന്ത്യക്കാരനും ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ എന്ന നിലക്കാണ് അതിന്റെ കണക്കുകളിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ നാട്ടിലെ ഉൽപാദനത്തെ ബാധിക്കുന്നു, അതേപോലെ തന്നെ ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സമൂഹത്തെ അങ്ങനെ എടുത്തു വരച്ച മുമ്പത്തെ പോലെ ഒന്നും ഇവിടുന്ന് ദാരിദ്ര്യമല്ലല്ലോ. നേരത്തെയൊക്കെ ഒരു വീട്ടിലൊരു കാറുണ്ടെങ്കിലായി എന്ന് പറഞ്ഞത് ഇന്ന് ഓരോ വീട്ടിൽ ഓരോ ആളുകൾക്കും ഓരോ വാഹനം. അവിടെയൊക്കെ ഓരോ രീതിയിലുള്ള വളർച്ചകൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എങ്കിലും സാമ്പത്തികമായ രംഗത്തേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം തന്നെ ഒരു പലിശയിൽ അല്ലെങ്കിൽ ഒരു കടത്തിൽ ഓടുന്ന നിലക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് അസ്ഥിരതയുണ്ടാക്കും. പലപ്പോഴും പണമുണ്ടാക്കുന്നവൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അവിടെ അദ്ദേഹത്തിന്റെ കണക്കുകളിൽ അദ്ദേഹം പറയുന്നത് ഓരോ മേഖലകളിലും അവിടെ 1.5% മുതൽ ആ നാടിന്റെ ഉൽപാദനമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ നാടുകളിൽ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയല്ല, കുറഞ്ഞു വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് കണക്കുകൾ നിരത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പലിശ എന്ന് പറയുന്നതിനെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്നിടത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാഹനങ്ങൾ, ഒരു വീട്ടിൽ തന്നെ 3-4 വാഹനമുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ പുതുതായിട്ട് തുറന്നു വരുന്നു, വീട് പണികൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കമ്പോളം എപ്പോഴും ലൈവായി നിൽക്കുകയാണ്. ആളുകളുടെ കയ്യിലൊക്കെ നല്ല മൊബൈലുകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ യഥാർത്ഥമായ സ്രോതസ്സുകളിലേക്ക്, അവിടുത്തെ മുതൽ മുടക്കുകളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ അതെല്ലാം തന്നെ ബാങ്കുകളിൽ നിന്നുള്ള ലോണുകളും പലിശയുമാണ് എന്നുള്ളതാണ് കണക്കൂട്ടുന്നത്. മറ്റൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹം പറയുന്നത്, ഒരാൾക്ക് എന്ത് നിസ്സാരമായ ആവശ്യങ്ങളുണ്ട് എങ്കിൽ പോലും അവിടെ ലോൺ എടുക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്താണ് അതിനുള്ള കാരണമായിട്ട് പറഞ്ഞത്? തുറന്നു വെക്കപ്പെട്ടിരിക്കുന്നു ലോൺ സൗകര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ പഴയ കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾക്ക് അറിയാൻ പറ്റിയ ഒരു ലോൺ കിട്ടണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ പേപ്പർ വർക്കുകൾ, അതിനുള്ള ജാമ്യം നിൽക്കേണ്ട ആളുകൾ, അതിന് പലതരത്തിലുമുള്ള രേഖകളൊക്കെ ഉണ്ടാക്കണം എന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കാണുകയുണ്ടായി. ഒരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് 2 കോടി രൂപ വരെ ലോൺ കിട്ടുന്നതാണ്. 2 കോടി രൂപ വരെ ഒരു മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത്
അതിലാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ 2 കോടി രൂപ വരെ നിങ്ങൾക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് ലോൺ കിട്ടുമെന്ന് പറയാൻ ഏതൊരു കടകളിലും കമ്പോളങ്ങളിലും എഴുതി വച്ചിരിക്കുകയാണ് സീറോ ഡൗൺ പേയ്മെന്റ്. അപ്പൊ എന്താ, ഒരു റുപ്യപ്പ കൊടുക്കണ്ട, ഒരു പൈസ നമ്മൾ കൊടുക്കണ്ട, പോയാൽ മതി, ഒരു ആധാർ റേറ്റിന് പോരി അല്ലെ. അപ്പൊ ചില കാറും അതുപോലെയുള്ള ബൈക്കുമൊക്കെ വിൽക്കുന്ന ചില സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളുടെ ഒക്കെ വീഡിയോകൾ കണ്ടാൽ പറ്റുമെന്ത്, നിങ്ങൾ ഈ കാർ എടുക്കുകയാണെങ്കിൽ 10,000 രൂപ ഞാൻ അങ്ങോട്ട് തരും, 10,000 രൂപ ഭയങ്കര ഔദാര്യം ചെയ്തു തരുന്ന പോലെയാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു കാറും കിട്ടി 10,000 രൂപയും കിട്ടി അല്ലെ, പിന്നെ മാസം അത് തിരിച്ചടക്കണ്ടേ. അവിടെ നമ്മുടെ ആധാർ കാർഡും നമ്മുടെ രേഖകളും നമ്മളവിടെ സബ്മിറ്റ് ചെയ്യാണ്. പിന്നെ അതിൽ എത്രത്തോളം നമ്മൾ പണമടക്കേണ്ടി വരുന്നു, അതിന്റെ എത്ര തുകയാണ് നമ്മൾ പലിശയായി അടക്കേണ്ടത് എന്നതൊന്നും ചിന്തിക്കണില്ല. ആളുകൾ ആ നിലക്ക് പലിശയെ നോർമലൈസ് ചെയ്തു പോയിരിക്കുന്നു. അപ്പൊ അതിന് പല ആളുകളും കണ്ടെത്തിയുള്ളൊരു ന്യായം എന്താണ്, അത് പലിശരഹിതമായ വായ്പയാണ്, പലിശരഹിതമായ വായ്പ. അപ്പൊ അതിൽ പ്രശ്നമല്ല, എന്താണ്, പലിശ നമ്മൾ കൊടുക്കണില്ല. കൃത്യമായി തന്നെ ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അത്തരം പലിശ സംവിധാനങ്ങളിലേക്ക് അത് കടന്നുപോകുന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിലുള്ള ഒരു മൊബൈൽ വാങ്ങാൻ പോയാൽ നമ്മൾ EMI ഇടുക എന്ന് പറയും. അതിനെന്താ, നമ്മളൊരു മൊബൈല് റെഡി ക്യാഷിന് നമ്മൾ വാങ്ങുകയാണെങ്കിലും അതിന് 10,000 രൂപ കൊടുക്കണം. നമ്മൾ ലോണായിട്ട് എടുക്കുകയാണെങ്കിലും അപ്പോഴും 10,000, അവിടെ വേറൊന്നും വരുന്നില്ല, വേറെ പൈസ അതിന് എക്സ്ട്രാ ചാർജുകളൊന്നും വരുന്നില്ല. അപ്പൊ കറക്റ്റാണ്, 0 ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് മനസ്സിലായില്ല അല്ലേ. പിന്നീടോ അതിന്റെ യഥാർത്ഥത്തിലുള്ള ആ മൊബൈൽ നമ്മൾ വാങ്ങുമ്പോൾ ആ മൊബൈൽ കടയും അതേപോലെ തന്നെ ആ മൊബൈൽ വാങ്ങുന്ന വ്യക്തിയും അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന, അതിന് പണം ചെലവഴിക്കുന്ന മൂന്നാമത്തൊരു പണം ചെലവഴിക്കുന്നയാൾ, അയാളുമായിട്ടുള്ള ബന്ധമാണ് അവിടെ. പിന്നീട് ആ കടക്കാരൻ അവിടെ റോളില്ല. അയാൾ ആ മൊബൈൽ കച്ചവടാക്കുന്നതോടുകൂടി അയാളതിന്ന് ആ ചിത്രത്തിൽ നിന്ന് അയാൾ ഔട്ടായി. പിന്നെ ഈ മൊബൈൽ വാങ്ങിയ നമ്മളും അതിന് പണം ചെലവഴിച്ചിട്ടുള്ള സ്ഥാപനവുമാണ് പിന്നീടുള്ളത്. അവർ തമ്മിലുള്ള ക്രോസുകൾ എന്താ ഉള്ളത്, അതിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാസം ഇതിന് നമ്മൾ അടവ് തെറ്റിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഫൈൻ അടക്കേണ്ടി വരും. എന്താ ഫൈൻ എന്നാണ് പറയുന്നത്, അത് പലിശയാണ്. കൃത്യമായി തന്നെ അതിന് ഇത്ര ശതമാനം, എത്രയാണോ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്, എത്ര പണത്തിന്റെ മൂല്യമുള്ള വസ്തുവാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്, അതിനനുസരിച്ചുകൊണ്ടുള്ള ഒരു റേറ്റാണ് അവിടെ നിശ്ചയിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിന് ഫൈനെന്ന് പേരിട്ടുണ്ടെങ്കിലും അത് പലിശയായി മാറുന്ന ഘടകമാണ് എന്ന് കൃത്യമായി തന്നെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിസ്സാരമായി നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ നിലക്ക് പലിശയിൽ മാത്രം ഓടുന്ന ഒരു സമ്പദ് വ്യവസ്ഥ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറുകള്, മൊബൈലുകള്, വാഹനങ്ങള്, വീടുകള്, കച്ചവട സ്ഥാപനങ്ങള് എല്ലാം തന്നെ ഈ നിലക്കോടുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇതൊക്കെ തിരിച്ചടവുകൾ തെറ്റി, അതേപോലെ തന്നെ ഇതിന് കൃത്യമായി അതിന്റെ പലിശ നിരക്കുകൾ കണക്കുകൂട്ടുന്നിടത്തുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുന്നിടത്ത് ഇത് മുഴുവനും തകർന്നു പോകുന്നൊരു ഘട്ടമുണ്ടാകുമെന്നുള്ളതാണ്. അത് ഏറെക്കുറെ അതിന്റെ അടയാളങ്ങൾ പലയിടങ്ങളിലായി കാണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നമുക്ക് നൽകാൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സാമ്പത്തികമായ ശാസ്ത്രജ്ഞന്മാരോ വിദഗ്ധന്മാരോ അവരുടെ കണക്കുകളോ മറ്റോ മാത്രം നോക്കിക്കൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ അടുത്ത കാലഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള കണക്കുകൾ വെച്ചിട്ട് പല ആളുകളും പറഞ്ഞു വലിയ സാമ്പത്തികമായ നേട്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ യഥാർത്ഥമായ കണക്കുകൾ പിന്നീടാണ് കടന്നു വന്നിട്ടുള്ളത്. ഏറ്റവും വലിയ സാമ്പത്തികമായ അസ്ഥിരത നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നു എന്നുള്ള കണക്കുകൾ പിന്നീടാണ് പുറത്തു വന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇസ്ലാമിന്റെ നിലപാട് എന്താണ്, ഇസ്ലാം എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത്. ഇത്തരത്തിലുള്ള സാമ്പത്ത് വ്യവസ്ഥകൾ, ഇതുപോലെയുള്ള സാമ്പത്തികമായ ഇടപാടുകൾ, പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥ, അത് ഒരു നിലക്കും തന്നെ വർധനവുണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞത് വമാ ആതൈതും മിർ റിബ ലിയർബു ഫി അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. നിങ്ങൾ ജനങ്ങളുടെ സ്വത്തുകളിലൂടെ വളർച്ച നേടുന്നതിനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അല്ലാഹുവിന്റെ അടുക്കൽ അതിന് ഒരു തരത്തിലുമുള്ള വളർച്ചയുണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഒരു നിലക്കുമുള്ള വളർച്ച പലിശ അടിസ്ഥാനമായ സമ്പത്ത് വ്യവസ്ഥയിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. ഒരാള് പലിശക്ക് പണം കൊടുക്കുന്നു, അയാൾ വിചാരിക്കുന്ന അതിലൂടെ വർധനവ് ലഭിക്കുന്നതാണ്, അതിലൂടെ അയാൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ അത് നേട്ടമായി മാറുന്ന ഒരു കാര്യമല്ല എന്ന് കൃത്യമായി തന്നെ അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅക്കുലു റിബ അദ്ആഫൻ മുളാഅഫ.
നിങ്ങൾ ഇരട്ടിയായിക്കൊണ്ട് നിങ്ങളിങ്ങനെ പലിശ തിന്നുകളരുത് വിശ്വാസികളെ, പലിശ നിങ്ങൾ തിന്നരുത്. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഇരട്ടിയായിട്ട് തിന്നരുതല്ല, കുറച്ച് കുറച്ചായിട്ട് തിന്ന, എങ്ങനെയാണോ? പലിശ എന്നുള്ളത് നിങ്ങൾ ഏത് തരത്തിലാണെങ്കിലും അത് തിന്നാൻ പാടില്ലാത്തത്. പലിശ ഏത് തരത്തിലുള്ളതാണെങ്കിലും ഏത് തട്ടുകളിലുള്ളതാണെങ്കിലും അത് ഉപേക്ഷിക്കേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ്. അല്ലാഹു പറഞ്ഞു വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. വീണ്ടും അല്ലാഹു പറഞ്ഞു വത്തഖുന്നാറല്ലത്തി ഉഇദ്ദത് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള നരകത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഅതീഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ പിൻപറ്റൂ, അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റൂ, നിങ്ങൾക്ക് കരുണ ലഭിച്ചേക്കാം എന്നുള്ളതാണ്. ഒരു നിലക്കും പലിശയുമായിട്ടുള്ള ഇടപാടുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. പലിശ വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം, അത് ഉപയോഗിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ഒരു മനുഷ്യനെ പിശാച് ബാധയുണ്ടായി അയാൾ മറിഞ്ഞു വീഴുന്നത് പോലെ, അങ്ങനെ ഉരുണ്ട് മറിഞ്ഞു വീഴുന്നത് പോലെയാണ് നാളെ പരലോകത്ത് ആ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലിശ തിന്നുന്നവൻ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുമെന്നുള്ളതാണ്. കാരണം എന്താ? ഖാലു ദാലിക ബിഅന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലുർ റിബ വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അവരുടെ ഒരു ന്യായം എന്തായിരുന്നു? എന്താ പലിശയും കച്ചവടം തമ്മിലുള്ള വ്യത്യാസം? കച്ചവടം പോലെ തന്നെയല്ലേ പലിശ എന്നാണ് പറയുന്നത്. എന്താ കാരണം? ഒരാള് ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും 100 രൂപക്ക് വാങ്ങിയൊരു വസ്തു അയാൾ 105 റുപ്യക്കാണ് വിൽക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് എന്റെ കയ്യിലൊരു 100 റുപ്യ ഞാനതൊരാൾക്ക് കടം കൊടുത്തിട്ട് അത് 105 എനിക്ക് കിട്ടും, എന്താ വ്യത്യാസം എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അഹല്ലല്ലാഹുൽ ബൈഅ, എന്നാൽ അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കിയിട്ടുണ്ട്. അതിനയാൾക്ക് അധ്വാനമുണ്ട്, അയാൾക്കതിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിൽ അയാൾ പോകണം, അവിടുന്ന് സാധനം കൊണ്ടുവരണം, അതിനയാൾ ആദ്യം റൊക്കം പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കച്ചവടവുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ പലിശ കൊടുക്കുന്നവൻ എന്താ ഉള്ളത്? തന്റെ കയ്യിലുള്ള പൈസ കൊടുക്കുക, അതിന് പലിശയായിക്കൊണ്ട് കൂടുതൽ വാങ്ങുക, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് അല്ലാഹു പറഞ്ഞത് അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കിയിട്ടുണ്ട്. വഹറമ റിബ, പലിശ എന്ന് പറയുന്നത് അല്ലാഹു നിഷിദ്ധമാണ്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേറെ കാരണങ്ങളൊന്നും അതിന്റെ എന്താണതുകൊണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. കാരണം അല്ലാഹു ഒരു കാര്യം ഹറാമാക്കിയാൽ പിന്നെ അത് നിഷിദ്ധമായ കാര്യം തന്നെയാണ്, പിന്നെ അതിലേക്ക് നമ്മൾ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അല്ലാഹു ഒരു കാര്യത്തെ ഹലാലാക്കിയിട്ടുണ്ടോ അത് നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ കാരണങ്ങളോ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുകയല്ല വേണ്ടത്. യംഹഖുല്ലാഹു റിബ വയുർബിസ് സ്വദഖാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ എന്ന് പറയുന്നതിനെ ക്ഷയിപ്പിച്ചിരിക്കുന്നതാണ്. പലിശ ക്ഷയിപ്പിക്കുന്ന ഒന്നാണ്. ഈ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കണക്കുകളിലേക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളർച്ചയുണ്ടാവുകയില്ല. അത് ക്ഷയിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. എന്നാൽ ദാനധർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളമോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പോഷിപ്പിച്ചുകൊണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പലിശയെ പരിപൂർണമായി നിർത്തലാക്കിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപനങ്ങൾ നടത്തിയ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സകലമാന കാര്യങ്ങളെയും നിർത്തലാക്കണം, അത് മുഴുവനും നിങ്ങൾ വിട്ടുകളയണം. അതുവരെ പലിശ അനുവദനീയമാക്കപ്പെട്ട അല്ലെങ്കിൽ ആ നിലക്ക് നടന്നു പോന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സമ്പൂർണമായി പലിശയെ നിരോധിക്കുന്ന ഒരു സന്ദർഭമാണ് പിന്നീട് കടന്നു വരുന്നത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഫജഅല റിബ ഹർബൻ ലില്ലാഹി വറസൂലിഹി, ആരെങ്കിലും പലിശ അതിനുശേഷവും കൈപ്പറ്റുന്നുവെങ്കിൽ, പലിശയുമായി ഇടപെടുന്നുവെങ്കിൽ അവർ അല്ലാഹുവിനോടും അവന്റെ പ്രവാചകനോടും യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. എന്താ കാരണം? അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഫഇല്ലം തഫ്അലു ഫഅ്സനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, ആരെങ്കിലും പലിശയുമായുള്ള ഇടപാടുകൾ നിർത്തുന്നില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കട്ടെ എന്നാണ്. ആ കാര്യമാണ് പറഞ്ഞത്. ആരെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്നുവെങ്കിൽ അത് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള യുദ്ധമാണ്. വഹാദാ വഅദുൻ അലീം, ഇതൊരു മഹത്തരമായ സന്ദേശമാണ് അല്ലാഹു നൽകുന്നത്, ഒരു കരാറാണ് അല്ലാഹു ഇവിടെ നിശ്ചയിക്കുന്നത്. യദുല്ലു അലാ കബീറദ്ദുനബ്, ഏറ്റവും വലിയ തിന്മയെക്കുറിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്.
ഏറ്റവും വലിയ തിന്മയിൽ അത് പെട്ടുപോകുമെന്നുള്ളതാണ്. പലിശ പരിപൂർണമായി നിരോധിക്കുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നഖദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തഹരീമിർ റിബ, പലിശയെ സമ്പൂർണമായി നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം അവിടെ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അല വ ഇന്ന കുല്ല റിബ, എല്ലാ തരത്തിലുമുള്ള പലിശകളും ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായ എല്ലാ തരത്തിലുമുള്ള പലിശ സമ്പ്രദായങ്ങളും മൗലു അതിവിടെ നിർത്തലാക്കുകയാണ്. എല്ലാ തരത്തിലുമുള്ള പലിശകളും നിർത്തലാക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കും റൂസു അംവാലിക്കും, നിങ്ങൾ ആർക്കെങ്കിലും പലിശക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ കൊടുത്തിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്ന നിങ്ങൾ കൊടുത്തതായിട്ടുള്ള ആ സമ്പാദ്യമുണ്ടല്ലോ, അത് മാത്രമേ നിങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ളൂ. അതല്ലാത്തതെല്ലാം നിരോധിക്കപ്പെട്ടു. അന്ന് നേരത്തെ ആരെങ്കിലും പലിശക്ക് കൊടുത്തതായി എന്തെങ്കിലും തുകകളുണ്ട് എങ്കിൽ ആ മുടക്ക് മുതൽ മാത്രം നിങ്ങൾക്ക് വാങ്ങാം, അതിനുശേഷമുള്ളതെല്ലാം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രഖ്യാപനം നടത്തി അന്ന് വരെ നിലനിന്നിരുന്ന സകലമാന പലിശയുടെ ഇടപാടുകളെയും നിർത്തലാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും വലിയ ശാപത്തിനിരയാകുന്ന ആളുകളാണ് പലിശയുമായി ഇടപെടുന്ന ആളുകൾ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിലർ റിബ, പലിശ തിന്നുന്നവനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. അവന് നാശമുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. വമൂക്കിലഹു, അതിനെ തീറ്റിക്കുന്നവനെയും, പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വകാത്തിബഹു വശാഹിദൈഹി, അതിന് കണക്കുകൾ എഴുതി വെക്കുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും എല്ലാം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവരെല്ലാവരും ഒരുപോലെയാണ് എന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അവരെല്ലാവരും സമമാണ്. അപ്പൊ ചില ആളുകൾ പറയുന്ന, ഞാൻ പലിശ വാങ്ങണില്ല, ഞാൻ തിന്നൂല്ല. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, പലിശ കൊടുക്കുന്നുണ്ട് എന്നാണ്. അത് തിന്നുന്നവനും തീറ്റിക്കുന്നവനും എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒരേപോലെയാണ്. കൊടുക്കുന്നവനും വാങ്ങുന്നവനും അവിടെ ഒരേപോലെയാണ്. അതിന്റെ കണക്കുകൾ എഴുതി വെക്കുന്നു. ഞാൻ പലിശ വാങ്ങണില്ല, ഞാൻ കൊടുക്കണില്ല, പക്ഷെ എനിക്ക് ഈ ജോലിയായി പോയില്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് അത് എഴുതി വെക്കുന്നവൻ അതേപോലെ തന്നെ. സാക്ഷി നിൽക്കുക, അവനിപ്പോ ഒരു ആവശ്യം വന്നപ്പോൾ എന്റെ അടുത്ത് വന്നു, അതുകൊണ്ട് ഞാൻ സാക്ഷി എന്നതല്ലേ. പഴയ കാലഘട്ടങ്ങളിലൊക്കെ അതിന്റെ ഇപ്പുണ്ടോന്നറിയില്ല, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അതിന് എന്തുവാണെന്നാണ്, ജാമ്യം നിൽക്കണം എന്നാണ്. അപ്പൊ ചില ആളുകളൊക്കെ വലിയ സേവനം ചെയ്യുന്ന പോലെ പറയുന്നുണ്ട്, ഓനൊരാവശ്യം വന്നപ്പോൾ എന്റെ അടുത്ത് വന്ന് ഞാൻ ചെയ്തു കൊടുത്താണ്, അതുകൊണ്ടാണ് ഞാൻ ജാമ്യം നിന്നത് അല്ലേ. അവരെല്ലാം സമമാണെന്നാണ്. ആ പലിശക്ക് കൊടുത്തവനെ പോലെ തന്നെയാണ് ബാക്കിയുള്ള ആളുകൾ എന്നുള്ളത്. ചില ആളുകളൊക്കെ വലിയ ഔദാര്യമായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്, അവന് കഷ്ടപ്പെട്ട സമയത്ത് ഞാനാണോ അവന് കുറച്ച് സ്വർണം കൊടുത്തത് ബാങ്കിൽ വെക്കാൻ അല്ലേ. അതൊക്കെ വലിയൊരു ഔദാര്യമാണോ? അങ്ങനെയാണെങ്കിൽ ആ സ്വർണം വിറ്റിട്ട് അയാളെ സഹായിച്ചാൽ അത് വലിയ ദാനമായി വലിയ പുണ്യമായി മാറുമായിരുന്നു. എന്നാൽ ഒരു തിന്മക്ക് വേണ്ടി അയാളെ സഹായിക്കുക എന്നുള്ളത് അത് കൃത്യമായ പലിശയിൽ പങ്കുചേരുന്നതിന് തുല്യമാണെന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇജ്തനിബു സബഉൽ മൂബിഖാത്ത്, 7 വൻപാപങ്ങളെ നിങ്ങൾ വെടിയണം. അൽ മുഹ്ലിഖാത്ത്, നാശകരമായിട്ടുള്ള നശിപ്പിച്ചു കളയുന്ന വൻപാപങ്ങൾ. അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോൾ അതിൽ പ്രധാനമായി ഒന്ന് എണ്ണിയത് വാക്കിലുർ റിബ, 7 വൻപാപങ്ങളിൽ ഒന്നാണ് പലിശ തിന്നുക എന്നുള്ളത്. അത് വലിയ നാശവും നഷ്ടവുമാണ്. 7 വൻപാപങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള കാര്യമാണ്. നിസ്സാരമായ ഒരു സംഖ്യയാണെങ്കിൽ പോലും ചില ആളുകളൊക്കെ പറയല്ല, അതിനകത്തോളം പലിശ എന്ന് പറഞ്ഞാൽ അതിനകത്തോളം ചെറിയൊരു എമൗണ്ട് വരുള്ളൂ, 1%, 2% അത്രക്കുള്ളൂ എന്ന് പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ അർരിബ 73 ബാബ, പലിശക്ക് 73 തട്ടുകളുണ്ട് എന്നാണ്. 73 തരം പലിശകളുണ്ട് എന്നുള്ളതാണ്. അതിൽ ഐസറുഹ, അതിലേറ്റവും ചെറുത്, നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ ശതമാനം ഉണ്ടല്ലോ, ആ 1% എന്ന് പറയുന്നത് അതിലേറ്റവും ചെറുത് മിസ്ലു അൻ യൻകിഹ റജുലു ഉമ്മഹു, ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്നാണ്. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യം. പലിശയുടെ ഏറ്റവും ചെറിയ ഏറ്റവും നിസാരമായ പലിശ പോലും അതിന്റെ ഗൗരവം അതാണെന്നുള്ളത് ആർക്കെങ്കിലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമാണത്. അത്രയും ഗൗരവമുണ്ട് ഏറ്റവും നിസ്സാരമായ പലിശക്ക് എന്നുള്ളതാണ്. എന്നാലോ ഇന്ന അർബർ റിബ അർളുർ റജുലിൽ മുസ്ലിം, എന്നാൽ ഉയർന്ന ഒരു പലിശ എന്ന് പറയുന്നത് അതൊരു മുസ്ലിമിന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നത് പോലെയാണ്. അപ്പൊ എന്താ അതിന്റെ വ്യത്യാസം?
അല്ലെ, കഅബയേക്കാൾ, ഈ നാടിനേക്കാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ നാടിനേക്കാൾ, ഈ ദിവസത്തെക്കാൾ, അതേപോലെ തന്നെ പരിശുദ്ധ കഅബയേക്കാൾ അഭിമാനമുള്ളതാണ് ഒരു മനുഷ്യന്റെ അഭിമാനം, ഒരു വിശ്വാസിയുടെ അഭിമാനം. ആ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നത് പോലെയാണ് പലിശയുടെ ഏറ്റവും കൂടിയ ഇനത്തിൽപ്പെട്ട പലിശകൾ കടന്നു വരിക എന്നുള്ളതാണ്. ഗൗരവമുള്ള വിഷയമാണത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ EMI എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ സംഗതികളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും അത് കടന്നു വരുന്നത് വലിയ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും പലിശയിലേക്കുമൊക്കെ കൂപ്പുകുത്തുന്ന അവസ്ഥയിലേക്കാണ്. എത്ര ആളുകളാണ് ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ളത്, വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാള്, രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ഒരാള് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാരണങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോ മൊബൈലിലുള്ള അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളാണെന്നാണ്. ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അത് നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ച് അതിലൂടെ നമ്മളെ ഡാറ്റകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കവർ പലിശ, അതിന് നമുക്ക് പൈസ തരികയാണ്. പിന്നെ നമുക്കത് തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ്. വലിയ തരത്തിലുള്ള സന്ദേശങ്ങൾ അയക്കുന്നു. നമ്മുടെ മൊബൈലിലെ പല രേഖകളും അവർ ചോർത്തിയെടുക്കുന്നു. അതിലൊക്കെ നെഗ്ന വീഡിയോകളൊക്കെ ആഡ് ചെയ്തിട്ട് അവരത് പ്രചരിപ്പിക്കുന്നു പറയാണെന്നാണ്. അങ്ങനെയാണ് പല ആളുകളും ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ളത്. ഒരിക്കലും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ പണം ചെലവഴിക്കുന്ന ആളുകൾ അവർക്കുള്ള ലാഭം കണ്ടെത്താതെ അവർ നമ്മളാരും സഹായിക്കൂല. അവര് നമ്മളെ എത്രയോ ഒരു ഔദാര്യം നോക്കി നമുക്കൊരു മൊബൈൽ വാങ്ങാൻ ഒരു വെറുതെ പൈസ തരിക, ഒരു ലാഭം ഒലിക്കില്ലാതെ നമുക്ക് പൈസ തരികയാണ്. നമുക്കൊരു കാർ വാങ്ങാനുള്ള പൈസ ഒരു വെറുതെ തരികയാണ്. എത്ര വലിയ മോഹന വാഗ്ദാനങ്ങളാ തരുന്ന നോക്കി. ഒരു വീടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം, നിങ്ങളെ കയ്യിൽ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായാൽ മതി. എന്താ ലാഭം, 1 ലക്ഷം ഉറുപ്പ്യ. ഒരാള് വാടകയ്ക്ക് ഒരു വീട് എടുക്കാൻ അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ 50,000 ഉറുപ്പ്യ വേണം. പിന്നെ മാസം 10,000 20,000 വാടക കൊടുക്കണം. 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ വീടടെ എഴുതി തരും. നമ്മൾ വിചാരിക്കാം വേഗ വട്ടല്ലേ നമുക്ക് 1 ലക്ഷം ഉറുപ്പ്യക്ക് വീട് തരാൻ, അല്ലേ? ഒരായുസിന്റെ മുഴുവൻ അധ്വാനമെടുത്തും അത്തരത്തിലുള്ള ഒരു വീട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മളും പറയാൻ, എന്നിട്ട് അത് പോയി എടുക്കാൻ. നമ്മുടെ സമ്പാദ്യമഖിലവും അടിച്ചുകൊണ്ടുപോകുന്ന സംവിധാനങ്ങളിലേക്കാണ് പിന്നീട് പോവുക. അതുകൊണ്ട് നമ്മൾ മനസ്സിലായി, ഒരാളും ആ നിലക്ക് നമ്മളെ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് ഒരു കമ്പനി നമ്മളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരും, അവർ നമുക്ക് വലിയൊരു ഔദാര്യം ചെയ്ത് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അതൊക്കെ സഹായങ്ങൾ ചെയ്യുന്ന, മറ്റുള്ള യാതൊരു ലാഭങ്ങളും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ രീതിയിൽ സഹായം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നല്ലാതെ ഇങ്ങനെയുള്ള കമ്പനികൾ നിലനിൽക്കുന്നത് തന്നെ അവർക്ക് ലഭിക്കുന്ന പലിശയുടെ അടിസ്ഥാനത്തിലാണ്. അവര് പല ആളുകളിൽ നിന്ന് ഇൻവെസ്റ്റ് സ്വീകരിക്കുന്ന, അങ്ങനെ ഇപ്പൊ നമ്മൾ ഫൈനാൻസ് കമ്പനികളൊക്കെ നോക്കിയാൽ മതി, അവര് എങ്ങനെയാണ് ആളുകളുടെ അടുക്കൽ നിന്ന് ഇൻവെസ്റ്റ് വാങ്ങുന്നത്. നമുക്ക് പലിശക്ക് ഒരു പൈസ തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി ആളുകൾക്ക് നൽകുന്ന എന്താണ്? അവർ പറയും, നിങ്ങൾ 1 ലക്ഷം രൂപ അവിടെ നിക്ഷേപിച്ചാൽ ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് അതിന് 5% പലിശ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 5% പലിശ, അതിൽ നിന്നാണ് നമ്മക്ക് പോലെ തരുന്നത്. അപ്പൊ ഇതിനൊരു ലാഭം കാണാതെ അതിൽ നിന്നൊന്നും അവരാഗ്രഹിക്കാതെ നമുക്ക് തരികയെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. ഒരാൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്താ, 1 ലക്ഷം രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു കേടുമില്ലാതെ 5,000 രൂപ മാസം കിട്ടും, അല്ലെ? അതൊരു 10 ലക്ഷം ആണെങ്കിൽ എത്ര കിട്ടി? 20 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര കിട്ടി എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പൈസ. അവർക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്ന് അവരിൽ നിന്ന് ലഭിച്ച പൈസയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കടം തരുന്നത്. അപ്പോൾ ഓൽക്ക് 5 ലക്ഷം അല്ലെങ്കിൽ 5% അവർക്ക് അതിനുള്ള പലിശ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെപ്പോലത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് കിട്ടിയിട്ട് വേണം. അപ്പൊ അത് നമ്മൾ ചിന്തിക്കുക. ഒരിക്കലും നമ്മളെ നന്നാക്കാൻ വേണ്ടി, നമുക്ക് ലാഭം ഉണ്ടാക്കി തരാൻ വേണ്ടി, നമുക്ക് ഫോണും മൊബൈൽ അതേപോലെ തന്നെ കാറും വീടും വാങ്ങാൻ വേണ്ടി അവരാരും ഒരൗദാര്യവും ചെയ്തു തരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കടുത്ത പാപമായിട്ടുള്ള, ഏറ്റവും നിഷിദ്ധമാക്കിയ 7 വൻ പാപങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനും എണ്ണിപ്പറഞ്ഞിട്ടുള്ള കാര്യമാണ് പലിശ എന്ന് പറയുന്നത്. അത് നാട്ടിൽ അരാജകത്വമുണ്ടാകും, സാമ്പത്തികമായ വലിയ അസ്ഥിരതയുണ്ടാക്കും, നാടിന്റെ സമ്പദ് വ്യവസ്ഥകൾ അത് തകർത്ത് കളയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിച്ച് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد. اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ നാട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ വലിയ കോലാഹലങ്ങളിലേക്ക്, ഒച്ചപ്പാടുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മാന്യതകൾ കൈവിട്ടു പോകുന്ന ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ഗൗരവത്തോടുകൂടി, ജാഗ്രതയോടുകൂടി വിശ്വാസികൾ കാണേണ്ടുന്ന ഒരു സാഹചര്യമാണിത്. ഒരു ആളുടെ, ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ
ഏറ്റവും വലിയ അവകാശത്തിൽപ്പെട്ടതാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ ഫിത്നകൾ ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ പടച്ചുവിടാറുള്ള ചില ലേഖനങ്ങൾ, ഫത്വകളൊക്കെ ഉണ്ട്. വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്യണതൊക്കെ തെറ്റാണ്, ഒരു കാലഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നത് നിഷിദ്ധമാണ്, അതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന വലിയ ഒരവസ്ഥയിലേക്ക്, സ്ഥാനാർത്ഥികളായി വോട്ട് പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയൊരു കാലഘട്ടവും സാഹചര്യമൊക്കെ കൂടിയാണ്. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരോട് കൃത്യമായി തന്നെ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് രാജ്യത്തെ ഭരിക്കേണ്ടുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്നത്, തെരഞ്ഞെടുപ്പിലൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മറുപടി എന്ന് വെച്ചാൽ, നിങ്ങൾ വോട്ട് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയുള്ള അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, നിങ്ങളുടെ ദീനിന്, നിങ്ങളുടെ ദൈനംദിനമായ ജീവിതങ്ങൾക്ക് കോട്ടം സംഭവിക്കാത്ത തരത്തിലുള്ള ആളുകളെ നിങ്ങൾ തെരഞ്ഞെടുക്കണം എന്നുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. അവിടെ നിങ്ങൾ ചിലപ്പോൾ വോട്ട് ചെയ്യൽ നിർബന്ധമായി തീരുന്നു. ചില സന്ദർഭങ്ങളിൽ നമ്മൾ പലപ്പോഴും പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമായ തീരുമാനങ്ങളും രാഷ്ട്രീയമായ ബോധങ്ങളും മാത്രമല്ല എല്ലാ സമയത്തും നോക്കേണ്ടത് എന്നുള്ളതാണ്. ആരാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നത്, ആരാണ് നമുക്ക് ഗുണം ചെയ്യുന്നത്, നാടിനും നാട്ടുകാർക്കും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ കൂടുതൽ സംരക്ഷണം നൽകുന്ന, അതിനൊക്കെ കുറച്ചുകൂടി ഒരു പ്രാധാന്യം നൽകുന്ന, മതങ്ങളെ വളരെ കൊച്ചാക്കി കാണിക്കുന്ന, അല്ലെങ്കിൽ മതങ്ങളെ പരിപൂർണമായി നിഷേധിക്കുന്ന, മത സമൂഹത്തെ ഇകഴ്ത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ വർഗീയത പരത്തുന്ന അത്തരം ആളുകൾ ഒരിക്കലും നമ്മൾ തെരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയൊരു അജണ്ടയായിട്ട് നമ്മൾ മാറ്റേണ്ടത്. നമുക്ക് ഇവിടെ ഗുണമുണ്ടാകണം, നമുക്കിവിടെ ജീവിക്കുവാൻ സാധിക്കണം, നമ്മുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയുണ്ടാകണം എന്നുള്ളതാണ്. അതിനുവേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും നടക്കണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വർഗീയമായ ഫാസിസ്റ്റ് കക്ഷികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരേ ആശയങ്ങളും ആദർശങ്ങളും പേറുന്ന ആളുകൾ പോലും ഓരോരുത്തരും സ്ഥാനാർത്ഥികളെ വെക്കുകയാണ്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനുകളെ പറ്റിയൊക്കെ നമുക്കറിയാലോ, ചെറിയ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് സ്ഥാനാർത്ഥികൾ നിർണ്ണയിക്കപ്പെടുന്നത്, 5-6 വോട്ടൊക്കെ. അവിടെ തന്നെ ഒരു വർഗീയതക്കെതിരെ, ഫാസിസ്റ്റ് കക്ഷികൾക്കെതിരെ പോരാടുമ്പോൾ ഒരുപാട് ആളുകളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി ആകെ കിട്ടുന്ന മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ അതൊന്നും ഒരിക്കലും നമ്മുടെ നാടിന് ഗുണകരമാവുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത്തരത്തിലുള്ള ആളുകൾ ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും ഫസാദുകൾ ഉണ്ടാക്കും. നമ്മുടെ മുമ്പിലുള്ള ചരിത്രങ്ങൾ എങ്ങനെയാണ്? വൈദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ, അവരെ തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നാട്ടിലവർ കലാപങ്ങളും അവിടുത്തെ സമ്പദ് വ്യവസ്ഥയും കൃഷിയുമൊക്കെ തകർക്കുന്ന സാഹചര്യത്തിലേക്ക് അവരെത്തിച്ചേരുന്നുള്ളതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ടെടുപ്പ്, തെരഞ്ഞെടുപ്പിന്റെ ആ അവകാശം ഉണ്ടല്ലോ, വോട്ടവകാശത്തെ നമ്മൾ എവിടെങ്കിലൊക്കെ കൊണ്ടുപോയി കുത്തരുത് എന്നുള്ളത് കൃത്യമായി നോക്കി അളന്ന് അത് ഉപകാരമായിട്ടുള്ള രീതിയിൽ വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ആ പ്രത്യേകമായിട്ടുള്ള നമ്മുടെ താല്പര്യങ്ങൾ, അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ അതിനെ സംരക്ഷിക്കുന്ന തരത്തിൽ നമുക്ക് ഗുണകരമായ രീതിയിൽ, ഉപകാരപ്പെടുന്ന രീതിയിൽ, നമ്മുടെ നാടിന് പ്രയോജനമുണ്ടാകുന്ന രീതിയിലേക്ക് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പേരുകൾ, വിവരങ്ങൾ കൃത്യമായി ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളും അനാവശ്യമായ വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്ന പോലെ തന്നെ കൃത്യമായ സോഴ്സുകൾ വെച്ചുകൊണ്ട്, തെളിവുകൾ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരുപാട് വീഡിയോകൾ വളരെ ഗൗരവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പല ആളുകൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഉണ്ടാവുകയില്ല, പല ആളുകളും ആ പട്ടികയിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യമാണുള്ളത്. നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്, ആ ഒരു അവകാശത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. വളരെ ലാഘവത്തോടുകൂടി നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ല എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളെ ചെയ്തു പോലുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോലുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹു ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനവും ശാന്തിയും നിലനിർത്തി തരുമാറാകണമേ.
ഈ നാടിനെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ എവരെയും നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി വിശ്വാസ ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യവും സന്ദർഭവും നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ. അല്ലാഹുവേ, സാമ്പത്തികമായ ശുദ്ധി നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണം. ഹറാമായ പലിശ അടിസ്ഥിതമായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥകളിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. കൃത്യമായ നിലക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നീ ഞങ്ങളെ അവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. هذا وصلوا وسلموا رحمكم الله على من أمركم بالصلاة والسلام عليه وقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. واذكروا الله العظيم الجليل يذكركم